നെഞ്ചി പിടയുന്ന കാഴ്ചകളാണ് ഇവിടെയുമുള്ളത്. ആ നാട് ഒന്നാകെ അങ്ങനെ കണ്ണീരിൽ അണിയുകയാണ്, നിറയുകയാണ്. വാൽപ്പാറ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവർക്ക് അന്ത്യയാത്ര ഒരുക്കുകയാണ് മലപ്പുറം പാങ്ങ്. ഓരോരുത്തരുടെയും സംസ്കാരം വിവിധയിടങ്ങളിലായി പുരോഗമിക്കുകയാണ്. കാൺപൂരിലുള്ള മകൾ മടങ്ങിയെത്തിയ ശേഷം വൈകിട്ട് 4 മണിയോടെ ആയിരിക്കും പ്രധാന അധ്യാപിക അജിതയുടെ സംസ്കാരം നടക്കുക. ശ്യാംപ്രസാദ് ഉത്തമൻ ചേരുന്നുണ്ട്. ആശ ടീച്ചറുടെ വീട്ടിൽ നിന്നാണ് ചേരുന്നത്. ശ്യാംപ്രസാദ്, ആശ ടീച്ചറാണ് വളരെ ചുറുചുറുക്കോടുകൂടി ഓരോ യാത്രകളായാലും കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു സന്തോഷ അന്തരീക്ഷം സൃഷ്ടിക്കാറുള്ളത്. ടീച്ചറുടെ വീട് ഇന്നിപ്പോൾ ദുഃഖാർദ്രമാണ്. ആർക്കും എന്ത് പറയണമെന്നറിയാതെ എല്ലാവരും നിശ്ചലരായി അങ്ങനെ നിൽക്കുകയാണ്. കണ്ണീരാണ് എല്ലാവരുടെയും മുഖത്ത്. അപ്പോൾ അവിടെയുള്ള സങ്കട കാഴ്ചകൾ, സംസ്കാരവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ദുഃഖത്തോടുകൂടി പലരോട് ചോദിക്കുമ്പോഴും എല്ലാവരുടെയും ഖണ്ഡമിടറുന്നുണ്ട്, വാക്കുകൾ മുറിയുന്നുണ്ട്. അവർക്ക് സംസാരിക്കാനേ ആകുന്നില്ല. പ്രിയപ്പെട്ട കുട്ടികളടക്കം അവിടേക്ക് വരുമ്പോൾ അവരുടെയൊക്കെ വൈകാരികമായ സന്ദർഭങ്ങൾ എങ്ങനെയാണ് വിവരിക്കാൻ കഴിയുന്നത്? പ്രതീക്ഷ തീർച്ചയായിട്ടും, അതായത് സ്കൂളിലേതിന് സമാനമായ ഒരു സാഹചര്യം തന്നെയായിരുന്നു ആശ ടീച്ചറുടെ വീട്ടിലും നമുക്ക് കാണാനായത്. ടീച്ചറുടെ പ്രിയപ്പെട്ട കുട്ടികളും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളും പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, സുഹൃത്തുക്കളടക്കം നിരവധി പേർ വീട്ടിലേക്ക് എത്തിയിരുന്നു. അല്പം മുമ്പാണ് ആശ ടീച്ചറുടെ സംസ്കാരം കുളത്തൂരിലെ വീട്ടുവളപ്പിൽ നടന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ആളുകളുടെയും ഒക്കെ സംസ്കാരം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇനി പൂർത്തിയാകാനുള്ളത് അജിത ടീച്ചറുടെ സംസ്കാരമാണ്. നിലവിലിപ്പോൾ മറ്റ് സംസ്കാരങ്ങൾ പൂർത്തിയായത് അബ്ദുൾ മജീദ്, അതോടൊപ്പം തന്നെ ഭാര്യ റുഖിയ എന്നിവരുടെ സംസ്കാരം പാങ്ങ് മട്ടാത്ത് ജുമാ മസ്ജിദിലെ കബറിടത്തിൽ കബറടക്കുകയുണ്ടായി. റംല അല്പം മുമ്പ് ഉച്ചയ്ക്ക് 1:30 റംലയുടെ കബറടക്കം കഴിഞ്ഞത്. മകൻ വിദേശത്ത് നിന്ന് വരാനുണ്ടായിരുന്നു. മകൻ എത്തിയതോടുകൂടി അങ്ങനെ കബറടക്കം പൂർത്തിയാക്കുകയായിരുന്നു. അത് പാങ്ങ് വലിയ ജുമാഅത്ത് പള്ളിയിലായിരുന്നു. ഈ പള്ളിയിൽ തന്നെ മറ്റ് 2 സംസ്കാരങ്ങൾ കൂടി നടക്കുകയുണ്ടായി. പാചകത്തൊഴിലായിരുന്ന സാജിദയുടെയും അതോടൊപ്പം തന്നെ അധ്യാപികയായിരുന്ന ഷക്കീലയുടെയും സംസ്കാരങ്ങളാണ് ഈ റംലയ്ക്ക് മുന്നേ നടത്തിയത്. പള്ളിയോട് ചേർന്ന് തന്നെയാണ് ഇവരുടെയൊക്കെ വീടുകളുള്ളത്. അതോടൊപ്പം തന്നെ ഈസ്റ്റ് പാങ്ങ് ജുമാ മസ്ജിദിൽ സുഹറയുടെയും അതോടൊപ്പം തന്നെ മകൻ ഹാഷിമിൻ്റെയും സംസ്കാരവും ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി നടക്കുകയുണ്ടായി. നിലവിലിപ്പോൾ ഞാനുള്ളത് കുളത്തൂരിലെ ആശ ടീച്ചറിൻ്റെ വീടിന് സമീപത്താണ്. അല്പം മുമ്പായിരുന്നു ആശ ടീച്ചറുടെ സംസ്കാരവും നടന്നത്. ബന്ധുക്കളും വീട്ടുകാരുമൊക്കെ അലമുറയിട്ട് കരയുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ കഴിഞ്ഞത്.